നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDFന് ഭരണം നഷ്ടപ്പെട്ടു, NDA ഭരണം പിടിച്ചെടുത്തു. വലിയ ഒരു തോൽവിയാണ് LDFന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൈബർ ഇടങ്ങളിൽ കഴിഞ്ഞ ദിവസം മുതൽ ആര്യ രാജേന്ദ്രനെതിരെ വലിയ രീതിയിലുള്ള രൂക്ഷ വിമർശനങ്ങൾ ശക്തമാകുന്ന സാഹചര്യമുണ്ടായി. നമുക്കറിയാം, ഈ LDF പാർട്ടിയിൽ നിന്ന് തന്നെ ആര്യക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും അതുപോലെ തന്നെ വിമർശനങ്ങളുമാണ് ഉയരുന്നത്. സൈബർ വാളുകൾ അടക്കം കടുത്ത വിമർശനം ഈ ഒരു തിരുവനന്തപുരം കോർപ്പറേഷന് BJPയുടെ കയ്യിൽ കൊണ്ട് വെച്ചു കൊടുത്തു ആര്യ രാജേന്ദ്രൻ എന്നതടക്കമുള്ള രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. പ്രത്യേകിച്ച് സൈബർ എന്ന പേരിലുള്ള ഫേസ്ബുക്ക് പേജുകളിൽ പോലും ആര്യ രാജേന്ദ്രനെതിരെ കടുത്ത അതിരൂക്ഷ അതുപോലെ തന്നെ വളരെ രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം തന്നെയാണ് ഉയരുന്നത്. അതായത് അത്തരത്തിലൊരു പദപ്രയോഗം കൊണ്ട് തന്നെ ആര്യയെ വലിയ രീതിയിലാണ് അവർ വിമർശിക്കുന്നത്. എന്തായാലും ഈ വിമർശനങ്ങളൊക്കെ ശക്തമാകുന്ന സാഹചര്യത്തിൽ മറുപടിയുമായി ആര്യ രാജേന്ദ്രൻ രംഗത്ത് വന്നിരിക്കുകയാണ്. വാട്സാപ്പ് സ്റ്റാറ്റസിലൂടെയാണ് ആര്യയുടെ പ്രതികരണം. അതായത് ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്ന് വാട്സാപ്പ് സ്റ്റാറ്റസിലൂടെ തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് മുൻ മേയർ ആര്യ രാജേന്ദ്രൻ. സൈബർ വാളുകളും മാത്രമല്ല പാർട്ടിയിൽ നിന്ന് പോലും ആര്യക്കെതിരെ കടുത്ത വിമർശനം ഉയരുന്ന സാഹചര്യത്തിലാണ് ഒരു ഇഞ്ചടി പോലും പിന്നോട്ട് താൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വാട്സാപ്പ് സ്റ്റാറ്റസിലൂടെ താൻ വീണ്ടും പോരാടും, മുന്നോട്ട് പോകും, ഇതിലൊന്നും താൻ തളരില്ല എന്ന നിലപാട് ആര്യ രാജേന്ദ്രൻ വ്യക്തമാക്കുന്നത്, ഉറക്കെ പ്രഖ്യാപിക്കുന്നത്. ആര്യ കാരണമാണ് LDFന് ഭരണം നഷ്ടപ്പെട്ടതെന്ന രീതിയിലാണ് സമൂഹ മാധ്യമങ്ങളടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച പുരോഗമിച്ചത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം അഞ്ജു പാർവതി പ്രവീഷ് പങ്കുവച്ചൊരു ഫേസ്ബുക്ക് കുറിപ്പ് നമുക്ക് നോക്കാം. 5 വർഷത്തെ മികച്ച ഭരണ നേട്ടം കൊണ്ട് സ്വന്തം പാർട്ടിയെ ബഹിരാകാശത്തേക്ക് അയച്ച മുതൽ, എന്നാലും ഈ UN അവാർഡിന് ആ ആമയണച്ചാൻ തൊട്ടിലെ ചപ്പിൻ്റെ വില പോലും കൊടുത്തില്ലല്ലോ തിരുവനന്തപുരത്തെ സംസ്ഥാന ദ്രോഹികൾ. ഷോഷാൻ, അതായത് നമുക്കറിയാം വലിയ രീതിയിലുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള അവാർഡുകളൊക്കെ മേയർ ആര്യ രാജേന്ദ്രൻ നേടിയെടുത്തിരുന്നു, വാങ്ങിയിരുന്നു. അതിൻ്റെയൊക്കെ വിവരങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. പക്ഷെ ആ ഇൻ്റർനാഷണൽ അവാർഡുകളൊന്നും ആര്യയെ തുണച്ചില്ല, അല്ലെങ്കിൽ LDFന് തുണച്ചില്ല എന്ന വിമർശനങ്ങളും മറുവശത്ത് ശക്തമാവുകയാണ്. മാത്രമല്ല MM മണിയെയും അഞ്ജു പാർവതി പ്രവീഷ് വിമർശിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം MM മണി നടത്തിയ ഒരു പരാമർശം വലിയ വിവാദമായിരുന്നു. അതായത് ക്ഷേമ പെൻഷൻ വാങ്ങി ഷാപ്പടിച്ചിട്ട് നമുക്കിട്ടേനെ വച്ചു എന്ന രീതിയിലൊരു പ്രതികരണം MM മണി നടത്തിയിരുന്നു. MM മണിയുടെ ഈ പ്രസ്താവനയ്ക്ക് അഞ്ജു പാർവതി പ്രവീഷ് വിമർശിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: അറഞ്ചം പുറഞ്ചം തോറ്റൊമ്പി നെട്ടോട്ടം ഓടുന്ന ഏതൊരുത്തനും അവസാനം എടുക്കുന്ന അടവാണ് തുണി പൊക്കി കാണിക്കൽ. തോറ്റവന്റെ അവസാനത്തെ പ്രതിരോധമാണിത്. അത് കണ്ടിട്ട് തല്ലാനും പിടിക്കാനും ഒന്നും നിൽക്കരുത്. ലേശം കൊടുത്തൂവ പ്രയോഗം അത് മതിയാവും ഇത്തരം ഗ്രാമഭാഷ പണ്ഡിതർക്ക്. ക്ഷേമ പെൻഷൻ എന്നത് ഒരുത്തൻ്റെ ഔദാര്യമല്ല, അത് തമ്പ്രാനെ തായ്ക്കണ്ടി കുടുംബത്തിൽ നിന്ന് എടുത്തു തരുന്നതോ രാജക്കാടുള്ള ബാറിൽ നിന്നും ഓസിനെടുത്ത് കൊടുക്കുന്നതോ അല്ല കേട്ടോ. ഇത്രയും നാൾ ജനങ്ങളുടെ വോട്ടും വാങ്ങി പെട്ടിയിൽ വെച്ചിട്ട് 10 തലമുറയ്ക്ക് വേല ചെയ്യാതെ വെറുതെ ഇരുന്ന് മുണുങ്ങാൻ വേണ്ടി കട്ടമുക്കിയതല്ലേ. ഇത്രയും നാൾ ജനങ്ങൾ കിട്ടുവച്ചു, സമയവും സന്ദർഭവും വന്നപ്പോൾ അവരത് തിരിച്ചു തന്നു, അത്രയേ ഉള്ളൂ. ഇത്രയും നാൾ ജനങ്ങളുടെ നികുതി കാശ് അപ്പാടെ എടുത്ത് ഈ സംസ്ഥാനത്തെ കട്ടുമുടിപ്പിച്ച് ജനങ്ങളെ കൊണ്ട് കുത്തുപാള എടുപ്പിച്ച് ശബരിമലയുടെ കഴുക്കോൽ വരെ ഊരിയെടുത്ത് നിർനാണം അവത്വങ്ങളെ നോക്കി മുണ്ടുപൊക്കി കാണിച്ച് നടന്നപ്പോൾ ഓർത്തില്ല അല്ലേ ജനം രാജാവാകുന്ന ഒരു ദിവസം വരുമെന്ന്. ഇന്നിപ്പോൾ അതേ ജനം ദാസപ്പൻ ആൻഡ് കമ്പനിയെ നോക്കി കടക്ക് പുറത്ത് നാട്ടി ഓടിച്ചു, അത്രയേ ഉള്ളൂ. പിന്നെ ആശാൻ അറിയുന്ന കാര്യം, അതിപ്പോൾ ജയിച്ചാലും തോറ്റാലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ജനങ്ങളെ തുണിപൊക്കി കാണിക്കുക എന്നത്, അത് ഇപ്രാവശ്യവും അങ്ങേര് കാണിച്ചു. ഇനി ഇതേ കണക്ക് പറിച്ചിൽ ആശുപത്രികളിൽ ക്യൂ നിന്ന് പൊതിച്ചോറ് വാങ്ങിച്ചോരോടും കൂടി പറയുമോ എന്തോ എന്നാണ് അഞ്ജു പാർവതി പ്രവീഷിന്റെ വിമർശനം. അതേസമയം ജനകീയത ഇല്ലാതാക്കിയതാണ് കോർപ്പറേഷൻ LDFന്റെ തിരിച്ചടിക്ക് കാരണമെന്ന വിലയിരുത്തലാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പലയിടങ്ങളിൽ നിന്നും ശക്തമാകുന്നത്. ആര്യക്കെതിരെ രൂക്ഷ വിമർശനം പലയിടത്തു നിന്നും ശക്തമാകുന്നു. പിന്നാലെ MM മണിയുടെ ആ ഒരു പ്രസ്താവന കൂടി വലിയ രീതിയിലുള്ള വിവാദമായി മാറുകയാണ്. അതിനും രൂക്ഷ വിമർശനം, അദ്ദേഹം ഖേദപ്രകടനമൊക്കെ നടത്തിയെങ്കിലും പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കാൻ സാധിക്കില്ലല്ലോ. അതേസമയം ആര്യ രാജേന്ദ്രനെതിരെ ബിഗ് ബോസ് താരം ദിയ സന അടക്കമുള്ളവർ വളരെ രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു. ആര്യ മേയറായ സമയത്ത് അഭിനന്ദിച്ചതിൽ ഇപ്പോൾ ഖേദിക്കുന്നുവെന്നായിരുന്നു ദിയയുടെ വിമർശനം. BJP കോർപ്പറേഷൻ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നിലവിലെ മേയർ ആര്യ രാജേന്ദ്രൻ വലിയൊരു സ്പേസുകൾ മാത്രം പരിപാടികൾക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു കുട്ടിയായിരുന്നു ആര്യ രാജേന്ദ്രൻ എന്നും ദിയ കുറിച്ചു. എന്തായാലും ഈ വിമർശനങ്ങൾക്കൊക്കെ നല്ല കുറിക്കൊള്ളുന്ന മറുപടിയാണ് ആര്യ രാജേന്ദ്രൻ നൽകുന്നത്. എത്ര വേട്ടയാടപ്പെട്ടാലും തന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിക്കുമെന്നാണ് ആര്യ രാജേന്ദ്രൻ
രാജേന്ദ്രൻ വ്യക്തമാക്കുന്നത്. തന്നിലുള്ള കഴിവ് തിരിച്ചറിഞ്ഞ കാലഘട്ടമാണ് കഴിഞ്ഞു പോയതെന്നും ആര്യയുടെ പ്രതികരണം. കഴിഞ്ഞ ദിവസം നടന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസമിതിയുടെ അവസാന കൗൺസിൽ യോഗത്തിൽ സംസാരിക്കവെയാണ് തൻ്റെ മികവിനെക്കുറിച്ച് തനിക്കുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചും കഴിഞ്ഞുപോയ 5 വർഷം തന്നിൽ എന്ത് കഴിവുണ്ടെന്ന് തിരിച്ചറിഞ്ഞ കാലഘട്ടമാണ് എന്നും മേയർ പ്രതികരിച്ചിരിക്കുന്നത്. സംഘടനാ രംഗത്തെ അനുഭവത്തിന്റെ മാത്രം അടിസ്ഥാനത്തിലാണ് 10 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള നഗരത്തിന്റെ ചുമതല വെറും 21 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയായ തന്നെ പാർട്ടി ഏൽപ്പിച്ചത്. ഒരു പ്രശ്നം വരുമ്പോൾ എങ്ങനെ അതിനോട് പോരാടാമെന്ന് പഠിച്ചത് മേയറായിരുന്ന കാലത്താണ്. എത്ര വേട്ടയാടപ്പെടേണ്ടി വന്നാലും തന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ കുട്ടി എന്ന നിലയ്ക്ക് നിങ്ങളുടെ സ്നേഹം എനിക്ക് നൽകിയിട്ടുണ്ട് എന്നും ആര്യ അവസാന കൗൺസിൽ യോഗത്തിൽ പറഞ്ഞു. കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ LDFന്റെ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തരത്തിലുള്ള സൈബർ ആക്രമണം നടക്കുന്നതിനിടെയായിരുന്നു ആര്യയുടെ ഈ വാക്കുകൾ. പാർട്ടിയേക്കാൾ വലുതാണെന്നൊരു ഭാവമായിരുന്നുവെന്നും അധികാരത്തിൽ തന്നേക്കാൾ താഴ്ന്ന ആളുകളോടും പുച്ഛവും മുകളിലുള്ള ഒരു അതിവിനയം ഉൾപ്പെടെ കരിയർ ബിൽഡിങ്ങിനുള്ള ഒരു കേന്ദ്രമാക്കി ആര്യ തന്റെ ഓഫീസ് മാറ്റി എന്നതടക്കമുള്ള വിമർശനങ്ങളായിരുന്നു ആര്യയ്ക്ക് കഴിഞ്ഞ ദിവസം മുതൽ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഗായത്രി ബാബു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആര്യയെ വിമർശിച്ചതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ആര്യ രാജേന്ദ്രൻ LDFന്റെ ജനകീയത ഇല്ലാതാക്കിയെന്നും രൂക്ഷമായ വിമർശനമാണ് കൗൺസിൽ അംഗം ഗായത്രി ബാബു നടത്തിയത്. പാർട്ടിയുടെ ജില്ലയിലെ പ്രവർത്തനം സംഘടനാപരമായി മികച്ചതായിരുന്നു. എന്നാൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ആര്യ LDFന്റെ ആ ജനകീയതയാണ് ഇല്ലാതാക്കിയതെന്നായിരുന്നു ഗായത്രി ബാബു ഫേസ്ബുക്കിൽ കുറിച്ചത്. എന്തായാലും മന്ത്രി വി ശിവൻകുട്ടി അടക്കം ആര്യ രാജേന്ദ്രന്റെ കവചം തീർത്ത് രംഗത്ത് വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ആര്യ രാജേന്ദ്രൻ നടത്തിയ മാതൃകാപരമായ പ്രവർത്തനമായിരുന്നെന്നും കോർപ്പറേഷനിലെ തോൽവി ആര്യയുടെ തലയിൽ കെട്ടിവെക്കേണ്ട എന്നതടക്കമുള്ള ഒരു കവചം തീർത്താണ് മന്ത്രി വി ശിവൻകുട്ടി രംഗത്ത് വന്നത്. മാത്രമല്ല MM മണി പറഞ്ഞതിനും അദ്ദേഹം ഒരു വിശദീകരണം നൽകി. MM മണിയുടെ ശൈലിയിൽ അദ്ദേഹം പറഞ്ഞതാണ് MM മണി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. MM മണി തൊഴിലാളി വർഗ നേതാവും പാർട്ടിയുടെ സമുന്നതനായ നേതാവും വളരെ താഴേക്കിടയിൽ നിന്ന് സമര പോരാട്ടങ്ങളിലൂടെ കടന്നു വന്ന വ്യക്തിയുമാണ്. അങ്ങനെയുള്ള നേതാവ് ചെറിയ പരാജയമുണ്ടായി എന്നതുകൊണ്ട് സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന ഒരു ജനവിഭാഗങ്ങളെയും ഒരു രൂപത്തിലും ആക്ഷേപിക്കാൻ പാടില്ല. അത് CPMന്റെ നയമാണെന്ന് തോന്നുന്നില്ല എന്നും വി ശിവൻകുട്ടി പറഞ്ഞിരുന്നു. ജനങ്ങൾ ക്ഷേമ പെൻഷൻ വാങ്ങി അത് ഷാപ്പടിച്ച ശേഷം വോട്ട് ചെയ്തിരുന്ന രീതിയിലായിരുന്നു MM മണിയുടെ വിമർശനം. ക്ഷേമ പെൻഷൻ വാങ്ങി ഷാപ്പാടടിച്ചിട്ട് നമുക്കിട്ട് വെച്ചു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇതിനെതിരെ വ്യാപക വിമർശനമാണ് കഴിഞ്ഞ ദിവസം ഉയർന്നത്. എന്തായാലും അദ്ദേഹം പ്രസ്താവന തിരുത്തിയിട്ടുണ്ട്. പറയാൻ പാടില്ല പരാമർശമായിരുന്നു എന്നാണ് അദ്ദേഹം തിരുത്തിക്കൊണ്ട് പ്രതികരിച്ചത്. എന്തായാലും ഇപ്പോൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ കൈവിട്ടു പോയത് LDFന് വലിയൊരു കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. നമുക്ക് ആകെ മൊത്തം നോക്കിയാലും അറിയാം വലിയൊരു ഭരണവിരുദ്ധ വികാരം ഈ ഒരു തിരഞ്ഞെടുപ്പ് വിജയത്തിൽ ഉണ്ടായി എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിനിടയിൽ അതിലേറ്റവും വലിയ ഒരു തിരിച്ചടിയായി മാറിയത് തിരുവനന്തപുരം കോർപ്പറേഷൻ കൈവിട്ടു പോയത് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.